ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിന്റെ 57ാമത്തെ എപ്പിസോഡിലേക്ക് ജോബിസ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൺഫ്യൂഷൻസ് ഉള്ള ഒരു സമയമാണ്. എങ്ങനെ ഓപ്ഷൻ സെറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സംശയം. ഒരുപക്ഷെ സാറിനാണെങ്കിലും അനവധി കോളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രില്യൻറ്റിലെ കോർഡിനേറ്റേഴ്സിനെയും വിദ്യാർത്ഥികൾ കോൺടാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഓപ്ഷൻ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. സർ, ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ സാറിന് വിലയിരുത്താം ടോപ്പ് IIT, NIT, IIIT, GFDA? നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവർക്കൊരു റാങ്കിങ് കൊടുക്കുന്നു. നമുക്കൊരു NIRFന്റെ റാങ്കിങ് വരുന്നത്. അവർ കുറേ അധികം മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു റാങ്കിങ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ മാറിയ കാലഘട്ടത്തിൽ അതിനോടൊപ്പം മറ്റു ചില കാര്യങ്ങളൂടെ പരിഗണിച്ചുകൊണ്ടേ നമ്മൾ സ്ഥാപനം തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു സോഫ്റ്റ്വെയർ ഇറായിൽ നിന്ന് നമ്മൾ മാറി ഇപ്പം നമ്മളൊരു വെർച്വൽ ഡിജിറ്റൽ ഇറയിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു കാലഘട്ടം ഡിജിറ്റൽ ഇറയാണ്. അപ്പോൾ അതിനനുസൃതമായ മാറ്റം നമ്മുടെ ഈ ബ്രാഞ്ച് സെലക്ഷനിലും കോളേജ് സെലക്ഷനിലും, പ്രത്യേകിച്ച് കോളേജ് സെലക്ഷനിലും, കോളേജാണ് നമ്മളെ മോൾഡ് ചെയ്യുന്നത്, കുട്ടികളെ മോൾഡ് ചെയ്യുന്ന കോളേജാണ്. അപ്പോൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് കോളേജിനെ സംബന്ധിച്ച് നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞാൽ ഹിസ്റ്ററി ആൻഡ് റെപ്യൂട്ടേഷൻ അതാണ് എപ്പോഴും അതെപ്പോഴും പ്രയോറിറ്റി വരും. നമ്മളിപ്പം IITകൾ റാങ്കിങ് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ബോംബെയും ഡൽഹിയും മദ്രാസും കാൺപൂരും ഒക്കെയാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ. അത് അതിനുള്ള കാരണവും അറിയാം, ഖരഗ്പൂറും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഹിസ്റ്ററി റെപ്യൂട്ടേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപക്ഷെ ഈ NIRFന്റെ പ്ലേസ്മെൻറ്റ്, ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ്, ഫാക്കൽറ്റീസ്, അപ്പോൾ ഇതെല്ലാം NIRFന്റെ ഒക്കെ റാങ്കിങ്ങിൽ പരിഗണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മദ്രാസിനാണ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് NIRF 1ാം റാങ്ക് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് എന്തുമാത്രം ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു ടെക്നിക്കൽ പ്രോഗ്രാമാണ്. നമ്മൾ ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത്. നമ്മൾ ഈ കോഴ്സിന് ശേഷം 4 വർഷം കഴിയുമ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് ചെല്ലുമ്പോൾ ആ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന സ്കിൽ സെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ എംപ്ലോയബിൾ ആവുള്ളൂ. അല്ലാതെ നമ്മളെ വിളിച്ചൊന്നും ആരും ജോലി തരികയല്ല. നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി നമ്മളവിടെ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. അത് തന്നെയല്ല, കമ്പനികൾ അവിടെ റിക്വയർമെൻറ്റ്സ് പഴയതിൽ നിന്നൊക്കെ ഒരുപാട് കൂട്ടി, ആളുകളുടെ എണ്ണം കുറച്ചു. അവർ പ്ലേസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറച്ചു, പ്ലേസ്മെൻറ്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ചു. പകരം എടുക്കുന്ന ആളുകളുടെ റിക്വയർമെൻറ്റ്സ് അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ കമ്പനി ആവശ്യപ്പെടുന്ന സ്കിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എങ്കിലേ നമുക്ക് കാര്യമുള്ളൂ. സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല, മൾട്ടി സ്കിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരേ സമയം തന്നെ പല റോളുകളിൽ, പല മൈൻഡ് സെറ്റ് മാറിക്കൊണ്ട് പല റോളുകളിൽ നമുക്ക്, നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ കാര്യം അവിടെ വരുന്നുണ്ട്, പല റോളുകളിൽ നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ സമസ്ത മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഏത് ബ്രാഞ്ച് പഠിച്ചാലും കുട്ടികൾ പഠിക്കേണ്ട ഒരു കാര്യം, ആ ബ്രാഞ്ചിൽ ഒരു പഠിക്കുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന അവർക്ക് കിട്ടാവുന്ന ജോലികളിൽ AI എങ്ങനെ അപ്ലൈ ചെയ്യാം, ടൂൾസ് എങ്ങനെ, ആക്ച്വലി ഒരു ടൂളാണല്ലോ നമ്മൾ എന്ന് പറയുമ്പോൾ ടൂളാണ്. ടൂൾസ് നമ്മുടെ ബ്രാഞ്ചിൽ, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് തന്നെ പഠിക്കും, ഡാറ്റാ സയൻസിൽ എങ്ങനെ യൂസ് ചെയ്യാം. അതിന് ആ ഒരു രീതിയിൽ ഒരു ചിന്താഗതി, അങ്ങനെ അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്റേൺഷിപ്പുകൾ വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ മെട്രോസിലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ് ഒക്കെ നല്ല രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇന്റേൺഷിപ്പിന് സാധ്യത കൂടും. ഇപ്പോൾ ഹൈദരാബാദ്, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം, ബോംബെയിലൊക്കെ ഇന്റേൺഷിപ്പുകൾ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഒരുപക്ഷെ ആ ഒരു ക്യാമ്പസുകളിൽ കുറച്ചുകൂടെ പ്ലേസ്മെന്റിന്റെ ഒരു സാലറി പാക്കേജും കുറച്ചുകൂടെ കൂടുതലാണ്. ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഹൈദരാബാദ് IIT ഒരു പുതിയ IIT ആണ്. പക്ഷേ നമ്മളത് ഏറ്റവും ടോപ്പായിട്ടുള്ള IITയുടെ കൂടെ നമ്മളിപ്പോൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട്, ഇപ്പോൾ 3-4 വർഷമായി ഹൈദരാബാദ് IITയും കൂടെ കൂടിയാണ് നമ്മൾ ആദ്യത്തെ ഒരു സെറ്റ് IIT നമ്മൾ. ഇതുകൂടാതെ ഫ്ലെക്സിബിൾ പ്രോഗ്രാമുകളും IIT ഹൈദരാബാദ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം നമുക്ക് സർട്ടിഫിക്കേഷൻസ്, അതായത് ഇപ്പോൾ NPTELന്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ കോഴ്സിറയുടെ, എഡക്സിന്റെ, അങ്ങനെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ്. പിന്നെ ആഡ് ഓൺ കോഴ്സുകൾ പല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ തന്നെ കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാവുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഇൻഡസ്ട്രി പീപ്പിൾസിനെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്.
ശരിക്കും ഇൻഡസ്ട്രി എന്നുള്ള ആളുകൾ വന്നാണ് അതിനുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി പീപ്പിൾസിനെ കോളേജിൽ കൊണ്ടുവന്ന് അതിൻ്റെ വർക്ക്ഷോപ്പൊക്കെ സംഘടിപ്പിക്കുകയും ആഡ് ഓൺ കോഴ്സുകൾ ചെയ്യാനും ആ ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കിട്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ പ്രധാനപ്പെട്ട, അതൊക്കെ നമ്മൾ നോക്കണം ഈ ഒരു കാലഘട്ടത്തിൽ. അതുപോലെ ഫോറിൻ ലാംഗ്വേജസ് ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു പലരും ഇപ്പം അങ്ങനെ കൊടുക്കുന്നുണ്ട് പലയിടത്തും. അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നില്ലേ പോലും തന്നെയാണെങ്കിലും അത് കുട്ടികൾ പഠിക്കാനുള്ള ഒരവസരം കാണണം. കാരണം ഈ 4 വർഷം കഴിയുമ്പോൾ ഒരു ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ ഒരു പക്ഷേ അത് വലിയ ഗുണം ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഗുണം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ. അതുപോലെ തന്നെ കുട്ടികൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മുടെ ഹോസ്റ്റൽസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫിസിക്കലായിട്ട് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ കമ്പ്യൂട്ടേഷണൽ ഇൻഫ്രാസ്ട്രക്ചറും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ശ്രദ്ധിക്കണം. ഹോസ്റ്റലിൻ്റെ ഫെസിലിറ്റീസ്, പിന്നെ അവിടെയുള്ള സ്പോർട്സ്, ആർട്സ്, തിയേറ്ററുകൾ. കാരണം നമുക്കൊരു ഓവറോൾ ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാകണം. നമ്മുടെ സ്കിൽസ് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന ടെക്നിക്കൽ ഏരിയയിലെ മാത്രമല്ല, അതിലും പ്രധാനപ്പെട്ട സോഫ്റ്റ് സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ അവിടുന്ന്, ഒരു ടീം സ്പിരിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് പഠിക്കുന്ന ബിടെക് ബ്രാഞ്ചുകളിലായിരിക്കില്ല ഒരുപക്ഷെ മജോറിറ്റി സ്റ്റുഡൻസും പ്ലേസ്ഡ് ആവുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അക്വയർ ചെയ്യുന്ന സ്കില്ലാണ് ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഒരു കമ്പനി പ്ലേസ്മെന്റ് വരുമ്പോൾ ഏത് ബ്രാഞ്ചിലുള്ളവർക്കും ആ പ്ലേസ്മെന്റ് അപ്പിയർ ചെയ്യാം. അപ്പോൾ അവർ കുട്ടികൾ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയാണ് എടുക്കുന്നത്. അതിലും നമുക്കറിയാം കൂടുതൽ സർവീസ് സെക്ടറിലേക്കാണ് നമുക്ക് സാധ്യതകൾ കൂടുതൽ. പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ കുറവാണ്. പക്ഷെ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ നമ്മൾ ചെല്ലുമ്പോഴാണ് നമ്മുടെ സാലറി ഉയർന്ന ഒരു പാക്കേജ് നമുക്ക് കിട്ടുന്നത്. സർവീസ് സെക്ടറിലേക്കാണ് കൂടുതൽ കുട്ടികളും ഇന്ത്യക്ക് വരുന്നത്. അപ്പോൾ ഏത് ബ്രാഞ്ചിലുള്ളവരെയും അവർ സെലക്ട് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അതൊരു കാര്യമാണ്. ഇപ്പോൾ സാറ് സൂചിപ്പിച്ച രീതിയിൽ അതൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാം. സാർ, ഇപ്പം അതോടൊപ്പം ഒരു പക്ഷേ ഈ ഓപ്ഷൻ സെറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് എന്താണ് ഒരു IITയുടെ ഒരു ഓർഡർ, എന്താണ് ഒരു NITയുടെ ടോപ്പ് ഓർഡർ, അല്ലെങ്കിൽ GFT ആയിക്കോട്ടെ, അല്ലെങ്കിൽ IIIT ആയിക്കോട്ടെ, എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഓർഡർ മനസ്സിലാക്കാം? ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? നമുക്ക് IITയുടെ ഓർഡർ പറഞ്ഞാൽ അതിനെ നമുക്ക് 3 ടിയർ, അത് IIT ആണെങ്കിലും NIT ആണെങ്കിലും IIIT ആണെങ്കിലും 3 ടിയർ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടിയർ 1ൽ നമ്മൾ പറയുന്നത് ബോംബെ, ഡൽഹി, കാൺപൂർ, മദ്രാസ്, ഖരഗ്പൂർ, റൂർക്കി, ഗുവാഹട്ടി, ഹൈദരാബാദ്, ഒരു 8 ആദ്യത്തെ ഒരു സെറ്റ് വരും. അപ്പോൾ അവിടെ നമുക്ക് കോളേജിനോടൊപ്പം തന്നെ നമുക്ക് ബ്രാഞ്ചുകൾ, അവിടെ ഇപ്പം പൊതുവേ നമ്മുടെ കൺസെപ്റ്റ് ഇതാണ്, അവിടെ അല്പം താഴ്ന്ന ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാൽ കോർ ബ്രാഞ്ച് ആണെങ്കിൽ ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ മെക്കാനിക്കൽ, സിവില്, കെമിക്കൽ പോലെയുള്ള ബ്രാഞ്ചുകളാണെങ്കിൽ വളരെ നല്ലത്. അവിടം വരെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാവുന്ന IITs ആണ് ഇതൊക്കെ. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഒരു ടിയർ 2 എന്ന് പറയുമ്പം അവിടെ വരുന്നത് നമ്മുടെ BHU, വാരണാസി BHU വരുന്നുണ്ട്. ദെൻ ഇൻഡോർ വരും. പിന്നെ നമുക്ക് പറയാം ഗാന്ധിനഗർ, ആ ഒരു കാറ്റഗറി, റോപ്പാർ, ജോധ്പൂർ, ധൻബാദ്, മാണ്ഡി, വേണമെങ്കിൽ ഭുവനേശ്വറും കൂടെ ആ ഒരു കാറ്റഗറി നമുക്ക് പെടുത്താൻ പറ്റും. അപ്പോൾ അതൊരു ടിയർ 2 എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഒരു കാറ്റഗറിയിലാണ് നമ്മുടെ പാലക്കാട് ഉൾപ്പെടെയുള്ള, അത് ബേബി IITs ആണ്, അതുകൊണ്ടാണ് പാലക്കാട് അതിനകത്ത് ഏറ്റവും താഴെയൊന്നുമല്ല. അപ്പോൾ അടുത്തൊരു കാറ്റഗറിയിൽ പാറ്റ്ന കൊടുക്കാം, പാറ്റ്ന പറയാൻ പറ്റും. പിന്നെ നമുക്ക് തിരുപ്പതി, പാലക്കാട്, ഗോവ, എല്ലാ റേഞ്ച് വരുന്നതാണ്. പാലക്കാട് തീരെ താഴ്ന്നതല്ല. പിന്നെ അതിലും അല്പം കൂടി താഴെയായിരിക്കും നമ്മൾ ബിലായിയും നമ്മുടെ ധാർവാദിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നന്നായി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ പുതിയ ബിൽഡിംഗ് ഒക്കെ അവിടെ ഉദ്ഘാടനം ചെയ്തതാണ് കഴിഞ്ഞ നാളുകളിൽ. പിന്നെ ജമ്മു. അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് IITകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. സാർ, ഇനി അപ്പം IIT വേണോ NIT വേണോ എന്നുള്ളതാണ് മജോറിറ്റി സ്റ്റുഡൻസിന്റെ കൺഫ്യൂഷൻ. അപ്പോൾ ഒരു NITയുടെ ഒരു ഓർഡർ എങ്ങനെയായിരിക്കും ഏറ്റവും മികച്ചത് എന്ന രീതിയിൽ? നമ്മൾ IIT NIT ഏത് വേണം എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ ഇത് ഒരു മിക്സിങ് നമുക്ക് വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ടിയർ 1, അപ്പോൾ ടിയർ 1-നകത്ത് നമുക്ക് യാതൊരു തർക്കവും ഇല്ല, അത് തന്നെയാണ് ടോപ്പ്. അത് ആ IIT നിലനിർത്തണം. അത് നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ NIT കുറിച്ച് ആലോചിക്കാൻ. ഇനി നമ്മൾ ഹയർ സ്റ്റഡീസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി കോളേജ് എക്സ്പോഷർ നേരത്തെ പണ്ടുള്ള കാലഘട്ടത്തെക്കാളും കൂടുതലായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടമാണിത്. അപ്പോൾ കോളേജ് എക്സ്പോഷറിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടിയർ 2 IITs വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാം. ടിയർ 2
അപ്പോൾ Tier 2 എവിടം വരെ പോകണം എന്നുള്ളത് ഓരോ കുട്ടിയും ആലോചിക്കണം. ആ സമയത്താണ് അവൻ്റെ പാഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചിനോടുള്ള അവൻ്റെ ഒരു താല്പര്യം കൂടെ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ചില കുട്ടികൾ പറയാറുണ്ട് എയറോസ്പേസ് അല്ലാതെ വേറെ ഒന്നിനും ഞാൻ പോയില്ല. പക്ഷേ എയറോസ്പേസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എയറോസ്പേസ് ഒരു കോർ ബ്രാഞ്ച് അല്ല, വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി സ്പേസ് ക്രാഫ്റ്റുകളുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പം അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞാൽ പാഷൻ എന്ന് പറയുമ്പോൾ ആ പാഷൻ ആയിട്ടുള്ള മേഖലയിൽ നമുക്ക് ശോഭിക്കാൻ പറ്റുന്ന സ്കിൽ സെറ്റ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, എങ്കിലേ നമ്മളതിനെ ഒരു പാഷനായിട്ട് കണ്ടാൽ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു മെക്കാനിക്കൽ സ്കിൽ. ഇപ്പം ഫിസിക്സിലെ ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് ഇഷ്ടമുള്ളൊരു കുട്ടി, അവൻ അത് എൻജോയ് ചെയ്ത് പഠിച്ച കുട്ടി ഒരു പക്ഷേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും അവന് താല്പര്യം. ഇനി ഫസ്റ്റ് ഇയർ താല്പര്യമില്ല, സെക്കൻഡ് ഇയറിൽ ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ ആയിരുന്നു ഇലക്ട്രിസിറ്റിയായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആയിരുന്നു ഇഷ്ടമെങ്കിൽ അവനൊരു പക്ഷേ ഇലക്ട്രിക്കൽ സെക്ടറിലായിരിക്കും, അതിനുള്ള സ്കിൽസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സ്കിൽസും കൂടെ ഏത് മേഖലയിൽ സ്കിൽസ് അപ്ലൈ ചെയ്യാൻ പറ്റും അതിനെ വേണം പാഷനാക്കാൻ. അല്ലാതെ ഇതാണ് എനിക്ക് പാഷൻ, അതിനുള്ള സ്കിൽസ് ഇല്ലാതെ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ അതും കൂടി പരിഗണിച്ചുകൊണ്ട് വേണം വരാൻ. അങ്ങനെ വരുമ്പോൾ Tier 2 IITസും കൂടെ അത് എവിടം വരെ പോകണം എന്നുള്ളത്, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 3-4 എന്താണെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനുശേഷം NIT വന്നാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 6-7 എണ്ണത്തിന് ശേഷം NIT പോയാൽ മതി. അങ്ങനെ നമ്മൾ പോകുമ്പോൾ വരുന്ന NITs 3 NITസേ വരാൻ പാടുള്ളൂ. ആ ഒരു സെറ്റ്, ഒരു NITയുടെ ഫസ്റ്റ് സെറ്റിൽ 3 NITസേ ഉള്ളൂ. ഒന്ന് ട്രിച്ചി വരും, വാറങ്കൽ വരും, സുറത്കൽ വരും. NIT കാലിക്കറ്റ് ഇല്ല. കഴിഞ്ഞ വർഷത്തെ നമ്മളൊരു പ്ലേസ്മെന്റ് സെനാറിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വാറങ്കലാണ് ഏറ്റവും മുമ്പിൽ വന്നിരിക്കുന്നത്. വാറങ്കലിലെ പ്ലേസ്മെന്റ് ഏകദേശം മദ്രാസ് IITയുടെ ഒക്കെ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതിനൊരു കാരണം പറയുന്നത് വാറങ്കൽ കുറേ തെലങ്കാനയാണ്, ഹൈദരാബാദിന്റെ പ്രോക്സിമിറ്റി ഒന്നാമത്തെ കാര്യം, നല്ല സ്റ്റാർട്ടപ്പ് കൾച്ചറുള്ള ഒരു സിറ്റിയാണ്. രണ്ടാമത് വാറങ്കലിലെ ഹോം സ്റ്റേറ്റും അതർ സ്റ്റേറ്റും HS OSും റാങ്ക് വരുന്ന ഏകദേശം ഒരുപോലെ. കാരണം ജിമെയിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാം, ജിമെയിൻ കുട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്, അവർക്കറിയാം ഒരു 15 മുതൽ 20% വരെ കുട്ടികൾ ഒരു പക്ഷേ തെലങ്കാനയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഹോം സ്റ്റേറ്റ് ആയതുകൊണ്ട് അവർ നല്ല റാങ്കുള്ള കുട്ടികൾ അവിടെ വരുന്നു, അവർ നല്ല വൈബ്രൻ്റാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകാം ഒരു പക്ഷേ നല്ല രീതി ഈ വർഷം അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 3 NIT, ട്രിച്ചി മോശമാണെന്നാൽ ട്രിച്ചി വളരെ ട്രിച്ചിയാണ്, എല്ലാ റാങ്കിങ്ങിലും ഒന്നാമത് ട്രിച്ചി തന്നെയാണ്. ട്രിച്ചി, വാറങ്കലും സുറത്കല്ലും പ്ലേസ് ചെയ്യാം ഈ IITകളുടെ ഇടയ്ക്ക്. അത് ഈ പറഞ്ഞ ആദ്യത്തെ 3 ശേഷമോ 4 ശേഷമോ താല്പര്യം അനുസരിച്ച് അത് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വീണ്ടും IITs തന്നെയാണ്. അപ്പം ഒന്നുകിൽ ഈ പറഞ്ഞ ഈ 3 NITക്ക് ശേഷം നമ്മൾ ഏതെങ്കിലും IITs Tier 2 നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് പരിഗണിക്കാം. അതിനുശേഷം വീണ്ടും IITs തന്നെ എടുക്കാം. IITs എടുക്കുമ്പം നമുക്ക് അവിടെയും ഒരുപാട് എണ്ണം വേണ്ട, ഒരു 3-4 ഭുവനേശ്വർ, പാറ്റ്ന, തിരുപ്പതി, പാലക്കാട് അല്ലെ ഗോവ വരെ അവിടെ വരെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. കാരണം അത് പിന്നത്തേത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് NITകൾ നമ്മുടെ കാലിക്കറ്റ് പോലെയുള്ള NITക്ക് പ്രാധാന്യം കൊടുത്തിട്ട് പോവാം. അപ്പം പിന്നെ വരാവുന്ന കാലിക്കറ്റ്, അലഹബാദ് ഉണ്ട്, റൂർക്കേലയുണ്ട്, ജയ്പൂർ. പിന്നെ വേണമെങ്കിൽ IIIT അലഹബാദ് വേണമെങ്കിൽ പരിഗണിക്കാം. നമ്പർ 1 പൊസിഷനിൽ അപ്പോൾ IIITയിൽ നമ്മുടെ ജോസായിൽ വരുന്ന IIITകളിൽ നമ്പർ 1 അലഹബാദാണ്. അപ്പോൾ അതും കൂടി നമുക്ക് പരിഗണിച്ചുകൊണ്ട് നമുക്ക് അതുകൂടെ എടുക്കാം. അപ്പോൾ അങ്ങനെ അടുത്ത ഒരു ഗ്രൂപ്പ് വരും. പിന്നെ ഉള്ളത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ ലാസ്റ്റ് വിട്ടുപോയ 2-3 IITs, പിലായിയും ധാർവാദ് മുന്നോട്ട് സാധ്യത ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ഒരു 4 വർഷം കഴിയുമ്പോൾ ഒരു ചേഞ്ച് ഒക്കെ വരും. പിന്നെ നമുക്ക് ജമ്മുവിനോട് നമുക്ക് വലിയ താല്പര്യമില്ല പൊതുവെ, പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഈ 3 IITs പ്ലേസ് ചെയ്യാം. അതിനുശേഷം വീണ്ടും NITs വരുന്നത്. NITs വരുമ്പോൾ നാഗ്പൂർ വരാം, ഭോപ്പാൽ വരാം, NIT ഡൽഹി വരാം, ജലന്ധർ വരാം, ജംഷഡ്പൂർ വരാം. ഇങ്ങനെയുള്ള ഒരു അങ്ങനെ കുറേ NITs വരും. ആ ഒരു സമയത്ത് ഇത്ര NITs കഴിയുമ്പോഴത്തേനും വേണമെങ്കിൽ IIIT ഗ്വാളിയർ, അടൽ ബിഹാരി വാജ്പേയി IIIT ഉണ്ട്, AB വാജ്പേയി. അപ്പോൾ ഗ്വാളിയർ IIITയും അതിനോട് ചേർന്ന് 2 GFTAകൾ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 12-13 NITs നമ്മൾ തീർന്നു കഴിയുമ്പോൾ നമുക്ക് GFTA പ്ലേസ് ചെയ്യാനുണ്ട്. ഒന്ന് ബിറ്റ് മെസറ 1ാം സ്ഥാനത്ത് കൊടുക്കാം. രണ്ടാമത് നമുക്ക് പറയാവുന്നത്
പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പണ്ട് മുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഒരു പഞ്ചാബ് എഞ്ചിനീയറിംഗ്. പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് നല്ല എക്സ്പോഷർ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. നല്ല കോളേജാണ്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒരു NIT സ്റ്റാറ്റസ് തന്നെയാണ് അതിനുള്ളത് അല്ലേ? ഏകദേശം NIT സ്റ്റാറ്റസ് NIT ആയിട്ടല്ല, അത് അവിടുത്തെ വേറെ അവർക്ക് അവിടെ ഒരു ഹോം സ്റ്റേറ്റ് കോട്ട ഉണ്ട് താനും. ഓക്കെ. NITയുടെ രീതിയിൽ അവർ പരിഗണിക്കുന്നു. എന്നാൽ ശരിക്കും അത് NIT അല്ല. NIT അല്ല താനും. അപ്പോൾ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് IIEST ശിവപൂർ, ഓക്കെ, സയൻസ് തന്നെ, അത് കൊടുക്കാം. പിന്നെ വരുന്നത് ബാക്കി കുറച്ച് ഇതിൽ താഴെ വരുന്ന ഒരു 14 മുതൽ 17, 18 വരെയുള്ള NITs. ഇത്രയൊക്കെയാണ് നമുക്ക് നല്ല NITs എന്ന് പറയുന്നത്. അതായത് ഒരു സിൽച്ചാർ വരെ, ആ ഒരു റേഞ്ച് വരെ, അത്രയൊക്കെ നമുക്ക് ആസാമിൽ ഉണ്ടല്ലോ, അവിടെ വരെ കൊടുക്കാം. അല്ലെ അഗർത്തല, പിന്നെ നോർത്ത് ഈസ്റ്റ് പോലെ അഗർത്തല മാക്സിമം, അതിന് താഴേക്ക് പോകേണ്ട കാര്യം. പിന്നീട് നമുക്ക് IIITs ആണ്. ബാക്കി IIITs എന്ന് പറയുമ്പോൾ IIIT കോട്ട വരുന്നുണ്ട്, നല്ല IIIT ആണ്. പിന്നെ നമുക്ക് ഗുവാഹട്ടി വരുന്നുണ്ട്, ലക്നൗ വരുന്നുണ്ട്, വഡോദര വരുന്നുണ്ട്, പൂനെ നല്ല IIIT ആണ്. മെട്രോ സിറ്റി ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്, അവിടെ ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ ഒരു 3-4 IIITകൾ കഴിയുമ്പോഴാണ് പിന്നെ ജബൽപൂരുണ്ട്, കാഞ്ചീപുരമുണ്ട്, നമ്മുടെ കോട്ടയം വരുന്നുണ്ട്. കോട്ടയം Tier 2 നമ്മൾ പെടുന്നതാണ് നമ്മുടെ കോട്ടയം IIIT. പിന്നെ അതിന് താഴേക്കും IIIT തന്നെയാണ്. അപ്പോൾ ഇത്രയും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും പിന്നെ നമ്മുടെ JNU, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. പക്ഷെ അവിടെ വളരെ ലിമിറ്റഡ് പ്രോഗ്രാമുകളേ ഉള്ളൂ. നമുക്കറിയാം JNU എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് നമ്മുടെ ഡിഫൻസ് സെക്ടറിലൊക്കെ എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്രൊവൈഡ് ചെയ്ത് JNU ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. ഇപ്പം നമുക്കറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ താഴേക്ക് ബാക്കി GFTകളിലേക്ക് പോവുക. സാർ, അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ, അതായത് IITക്ക് ഒരു താഴെ അല്ലെ NITയേക്കാളും മുകളിലൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പലരുടെയും ഒരു കൺഫ്യൂഷനാണ്, ഞാൻ ബിറ്റ്സ് പിലാനി അല്ലെങ്കിൽ ബിറ്റ്സ് ഹൈദരാബാദ്, ഗോവ ഇത് തിരഞ്ഞെടുക്കണമെന്നുള്ളത്. ഇതൊരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. കാരണം രണ്ട് രീതിയിലാണ് അലോട്ട്മെന്റ് നടക്കുന്നത്. IITയേക്കാളും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് ബിറ്റ്സിലേക്ക് വരുമ്പോഴത്തേനും. ഏത് കാറ്റഗറി വരെയുള്ളവർ ബിറ്റ്സ് എടുക്കപ്പെടുന്നതാണ് ഒരു കുറച്ചും കൂടെ സേഫ് എന്ന് സാറിന് തോന്നുന്നത്? നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു 5-6 IIT അല്ലെങ്കിൽ അങ്ങേയറ്റ ഹൈദരാബാദ് വരെ, ഓക്കെ, ആ ഒരു റേഞ്ചിൽ ബിറ്റ്സും വരുന്നുണ്ട്. അതായത് ഏത് NIT അഡ്മിഷൻ എടുക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് ഒരു മുകളിൽ നമുക്ക് പറയാം. ടോപ്പ് IIT ലെവലിൽ തന്നെയാണ് ബിറ്റ്സ്. പിന്നെ നമുക്ക് ഈ ഫീസ് സ്ട്രക്ചറിന്റെ കാര്യത്തിൽ നല്ലൊരു വേരിയേഷൻ വരും. ഇരട്ടി വ്യത്യാസം വരും. എന്താണ് ഒരു 40 ലക്ഷം രൂപയെങ്കിലും ഒരു പക്ഷേ ആവശ്യം വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് നമുക്കറിയാം അവിടുത്തെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാലും IITക്ക് ഒപ്പമാണ്. ടോപ്പ് IITക്കൊപ്പം തന്നെ ആദ്യത്തെ 5 എണ്ണത്തിനൊപ്പം തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വരുന്നുണ്ട്. ഒരു പക്ഷേ പലർക്കും വരുന്നത് ഇപ്പം IIT കിട്ടും, ഇഷ്ടമുള്ള ബ്രാഞ്ച് അവിടെ കിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ ബിറ്റ്സിന് നല്ല സ്കോർ ഉണ്ടെങ്കിൽ ബിറ്റ്സിൽ ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് IIT ഒഴിവാക്കുന്നതിന് കുഴപ്പമില്ല, സാധ്യതയുണ്ട്. സാർ, ഇതോടൊപ്പം തന്നെ ഒരുപോലെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നതാണ് ഒരു IIIT ഹൈദരാബാദ് വരുന്നത്. ആ ഒരു കാറ്റഗറിയും അലോട്ട്മെന്റിലാണോ വരുന്നത്? അല്ല, IIIT ഹൈദരാബാദും IIIT ബാംഗ്ലൂരും സെപ്പറേറ്റ് അലോട്ട്മെന്റ് ആണ്. അതേസമയം IIIT ഡൽഹി JAC ജോയിന്റ് അഡ്മിഷൻ കൗൺസിൽ IIIT ഡൽഹിയും അതുപോലെ തന്നെ NSUTയും DTU ഡൽഹി ടെക്നിക്കൽ, ഇതെല്ലാം കൂടെ ഒരുപക്ഷെ 3 അലോട്ട്മെന്റുകൾ മിക്സ് ചെയ്ത് കിടക്കുമ്പോഴാണ് ഒരുപക്ഷെ ഒരു ആവറേജ് സ്റ്റുഡന്റിന് അത്ര കൺഫ്യൂഷൻ വരികയില്ല. ഒരു ടോപ്പ് ലെയറിലുള്ള സ്റ്റുഡൻസിനാണ് ബിറ്റ്സ് വേണോ, IIIT ഹൈദരാബാദ് വേണോ, ബാംഗ്ലൂർ വേണോ, അതോ ഈ പറഞ്ഞ ജോസ് അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നത്. ഒരു ഹയർ സ്റ്റഡീസ് ഒക്കെ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ IITയുടെയും ബിറ്റ്സിന്റെയും ബ്രാൻഡ് വാല്യൂവിന് നമുക്ക് പെട്ടെന്നൊരു വിസ കിട്ടി MS ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സാധ്യതകളുണ്ട്. സാർ, അടുത്തതായിട്ട് ചോദിക്കാനാണ്, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള ന്യൂസിലൊക്കെ നിറഞ്ഞു നിന്നൊരു കാര്യമായിരുന്നു IIT പഠിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി പേരും അങ്ങനെ ഒരു കഷ്ടപ്പെടുന്നു എന്ന രീതിയിലൊക്കെ ന്യൂസുകൾ ഉണ്ടായിരുന്നു. ശരിക്കും ഇതിന്റെ വാസ്തവം എന്താണ്? ഇതെല്ലാം ഒരു BTech പഠിച്ച് കംപ്ലീറ്റ് ചെയ്തവരുടെ സിറ്റുവേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, ഇത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യപ്പെടുവാണെങ്കിൽ പോലും എന്ത് ചെയ്താൽ ഈ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാം? കഴിഞ്ഞ ഒരു 1-2 മാസം മുമ്പ് നമ്മളിങ്ങനെ ബോംബെ IITയെ കുറിച്ച് ആണ് നമ്മൾ മെയിനായിട്ട് കണ്ടത്. പത്രമാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയാൽ, അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് പല കാരണങ്ങൾ അതിനകത്ത് കാണാം. ഒന്ന്, നമ്മൾ കോവിഡ് കാലത്ത് ഇൻടേക്ക് വളരെ കൂടുതലായിരുന്നു.
ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ ബൂമിംഗ് നമ്മള് എല്ലാ കമ്പനികളും അവര് ആവശ്യത്തിലധികം ആളുകളെ പ്ലേസ് ചെയ്തായിരുന്നു. അപ്പൊ ഇത് അവരുടെ ഒരു കറക്ഷൻ ടൈം ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഓക്കെ. അപ്പൊ കറക്ഷൻ ടൈം ആകുമ്പോൾ എന്താണെങ്കിലും പുതിയ ഇൻടേക്ക് അവര് കുറയ്ക്കുന്നു. ഓക്കെ. അപ്പോൾ ഉള്ളവരെ വെച്ച് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ മൾട്ടി സ്കില്ലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് അപ് സ്കില്ലിങ്ങിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. അതൊരു കാരണമാകും. മറ്റൊന്ന് വേൾഡ് വൈഡ് ആയിട്ട്, കാരണം IIT ഇറങ്ങുന്ന കുട്ടികൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള അങ്ങനെയുള്ള കമ്പനികളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2 യുദ്ധങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ റഷ്യ വാർ, അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസ, ഇങ്ങനെയുള്ള വാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വേൾഡ് ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ അത് കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഏകദേശം ഒരു റിസഷൻ പോലെയുള്ള ഒരു ഫീലിംഗ് ഒരുപക്ഷെ ഇവരുടെ മജോറിറ്റി ബിസിനസ്സും ഈ റീജിയൻസിലായിരിക്കും. പല റിസഷൻ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത് അതിനോട് അടുത്ത് വരുന്ന ഒരു രീതിയിൽ ഉള്ള കാര്യങ്ങൾ വേൾഡ് ഇക്കോണമിയിൽ സംഭവിക്കുന്നുണ്ട്. അതൊരു കാര്യമാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഈ കുട്ടികളിനകത്ത് എങ്ങനെയുള്ളവരാണ് ഇവിടെ പിന്തള്ളപ്പെട്ടു പോയത് എന്ന് നമ്മൾ ചിന്തിക്കണോ, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയേണ്ടതാണ് തീർച്ചയായിട്ടും. അതായത് അവിടെ പല കോഴ്സുകൾ നടക്കുന്നുണ്ട്. ബിടെക് 4 ഇയർ ഉണ്ട്, 5 ഇയർ ഉണ്ട്, MTech ഉണ്ടാകും, റിസർച്ചിലേക്കുണ്ട്. അപ്പോൾ പല കാറ്റഗറിയിലുള്ള ആളുകൾ പ്രോഗ്രാമുകൾ കാണും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും മിടുക്കരായിട്ട് കുട്ടികൾ തീർച്ചയായിട്ടും അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കമ്പനികൾക്ക് അവരെ വേണം. അപ്പം മിടുക്കരായിട്ട് എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞ പോലെ ഇതെങ്ങനെ നമുക്കിത് ഈ ഒരു ഓവർടേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അത് നമ്മൾ ഫസ്റ്റ് ഇയർ ചെല്ലുമ്പോൾ മുതലേ നമുക്ക് പൊതുവേ കുട്ടികൾക്കൊരു ധാരണയുണ്ട്, JEE അഡ്വാൻസ്ഡ് എക്സാം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പരീക്ഷയാണ്. അത് പാസ്സായി ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. IITയിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ശരിയാണ്, ഒളിമ്പിക്സ് ആയി സ്വിമ്മിംഗ് പൂളും ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റ് സ്റ്റേഡിയവും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പക്ഷേ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണം. ഒരുപക്ഷെ പ്ലേസ്മെന്റിനുള്ള സ്ട്രാറ്റജീസ് അത്യാവശ്യം നല്ല ഒരു CGPA നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. കൺസിസ്റ്റന്റ് ആയിട്ട് അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകണം. അതൊരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ മൈനറുകൾ നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ചിലല്ലാതെ മറ്റ് ബ്രാഞ്ചുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക. കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ MSc ചെയ്യുമ്പോൾ മൈനറിൽ നമുക്ക് MSc ചെയ്യാം. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ ഗേറ്റ് എഴുതിയാണ് പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ഫെസിലിറ്റി ഇപ്പോൾ ഇല്ലാന്ന് തന്നെ. പക്ഷെ അതിലേക്ക് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടാവും. പിന്നെ നമുക്ക് ഇലക്ടീവ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റമാണ്. ഇഷ്ടമുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഈ കോളേജുകളിൽ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. ഹാക്കത്തോൺസ് ഒക്കെ വരുന്നു. ഹോസ്റ്റലുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസ്, ഇപ്പോൾ അക്കാഡമിക് ആയിട്ടുള്ള കോമ്പറ്റീഷൻസ് ആണ്. അതിലൊക്കെ നന്നായിട്ട് പങ്കെടുക്കുക. പിന്നെ നമുക്ക് ഈ ഈവൻ സെമ്മിലൊക്കെ ഇന്റേൺസിന് അവസരം കിട്ടുമെങ്കിൽ സമ്മർ ഇന്റേൺഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളിൽ അവിടെ തന്നെ പോയി അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോളേജിലുള്ള അക്കാഡമിക്കും അതിനോട് ചേർന്ന് പിന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കുക. അതായത് ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ച് അവനിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കാലഘട്ടമാണല്ലോ. അപ്പോൾ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർക്ക് ജോലി കിട്ടണമെങ്കിൽ അവർ പറയുന്നത് ടെസ്ലയൊക്കെ ആവശ്യപ്പെടുന്ന അതേ രീതിയിലാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ വിത്ത് ഇലക്ട്രിക്കൽ നോളജ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ സ്കിൽസ്. മൂന്ന് ബ്രാഞ്ച് ടൂൾസ് ഉപയോഗിക്കാൻ പഠിക്കണം. അതായത് EV എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 മെക്കാനിക്കൽ പാർട്ടുണ്ട്. അതിപ്പോൾ 3 എഞ്ചിനീയേഴ്സിന് പകരം ഒരാളെ റീപ്ലേസ് ചെയ്യും, 3 ഡ്യൂട്ടി. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ IITകൾ തീർച്ചയായിട്ടും ഉപകരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ പൊതുവെ ഒരു സംസാരമുണ്ട്, ബ്രാഞ്ചുകൾക്ക് ഒരു പരിധി കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്. ഒരുപക്ഷെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ തിരിച്ചു വരുന്ന ഒരു കാര്യമാണ്, അവർ IIT തിരഞ്ഞെടുത്തപ്പം ഏത് ബ്രാഞ്ച് വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് കാര്യമായിട്ടുണ്ടായിരുന്നു. പക്ഷെ IIT ചെന്ന് കഴിഞ്ഞപ്പം ഇതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കിയത്. അതൊരു ശരിയായ കാര്യമാണോ? ബ്രാഞ്ചിനൊന്നും പരിധിയിൽ കൂടുതൽ പ്രാധാന്യം. പിന്നെ നമ്മൾ കോർ ബ്രാഞ്ചുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുക. കാരണം നമുക്ക് ഓപ്ഷൻസ് കൂടുതൽ, എങ്ങോട്ടും ഓപ്ഷൻസ് നമ്മൾ അത് ശ്രദ്ധിച്ചു പോകണം. കാരണം നമ്മൾ ഒരിക്കലും ലിമിറ്റഡ് ആയിട്ട് നിൽക്കാൻ പാടില്ല. നമുക്ക് ഓപ്ഷൻസ്, കാരണം നമ്മൾ ഇത്ര നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഓപ്ഷൻസ് ഏത് കിട്ടിയാലും നമുക്കത് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് കോർ ബ്രാഞ്ചുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. അത് ഇന്നതാണ് ഒത്തിരി. പിന്നെ സർക്യൂട്ട് ബ്രാഞ്ചുകൾക്ക് പൊതുവെ ഒരു അക്സെപ്റ്റൻസ് കൂടുതലുണ്ട്. 2 രീതിയിലും പ്ലേസ്ഡ് ആവുന്നുണ്ട്. സർക്യൂട്ട് ബ്രാഞ്ചുകൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും മാത്സ് ആൻഡ് കമ്പ്യൂട്ടിങ് അങ്ങനെയുള്ളതിനെല്ലാം CS. അപ്പോൾ അതിനെല്ലാം അല്പം ഒരു ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. അത്
നമുക്കറിയാം കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് ഉണ്ട്. ഈ CE, ഒക്കെ നല്ല ബ്രാഞ്ചുകൾ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഉള്ള ബ്രാഞ്ചുകൾ നമ്മൾ തീരെ മോശമാണ് എന്നൊരിക്കലും കരുതരുത്. നല്ല ബ്രാഞ്ചസ്, കോർ ബ്രാഞ്ചസ് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ സ്പെഷ്യലൈസേഷൻസിലേക്ക്. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ മെക്കാനിക്കലിൻ്റെ സ്പെഷ്യലൈസേഷനിലേക്ക് പോകുന്ന എപ്പോഴും നല്ലത്. ഇപ്പോൾ പ്രൊഡക്ഷൻ, ഇപ്പം നമ്മളിപ്പോൾ കോർ ബ്രാഞ്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റുന്ന പ്രൊഡക്ഷനും മെറ്റലർജി, മെറ്റീരിയൽ അങ്ങനെയുള്ളതൊക്കെയാണ്. ഓക്കെ. അതിനുശേഷം മാത്രമേ നമ്മൾ അതിലും താഴേക്ക് വരുന്ന ഇപ്പോൾ സെറാമിക്കിലോ മൈനിങ് അങ്ങനെയിലേക്ക് പോകാൻ. ഒന്നും കൂടെ തുറന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഈ പറഞ്ഞ ജനറൽ ബ്രാഞ്ചുകൾ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരുവിധം ഫെമിലിയർ ആണ്. സാർ ഈ പറഞ്ഞ ചില ബ്രാഞ്ചുകൾ എടുക്കുന്നത് കമ്പാരിറ്റീവ്ലി റിസ്കി ആവാം എന്ന് ഒരു സംശയത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന ബ്രാഞ്ചുകൾ ഏതൊക്കെയാണ്? ഈ സെറാമിക് പോലെയുള്ള സാറിന് പറയാൻ പറ്റും. നമ്മൾ എൻവയോൺമെന്റിലൊക്കെ നമുക്കൊരു ഫസ്റ്റ് ഓപ്പണിങ്ങിന് ഒരല്പം ബുദ്ധിമുട്ട് വരും. പക്ഷേ കിട്ടിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ പോവുകയും ചെയ്യും. ഒരു അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അതും ഈ പറഞ്ഞ രീതി തന്നെയാണ്. ആദ്യം ഒരു ഓപ്പണിങ്ങിന് അല്പം ബുദ്ധിമുട്ട് വരാം. പിന്നീട് അത് മുകളിലേക്ക് വരാം. പിന്നെ ബയോ എഞ്ചിനീയറിംഗ്, പക്ഷേ ബയോടെക്നോളജി അല്പം കൂടി സാധ്യതയുണ്ട്. ബയോ എഞ്ചിനീയറിംഗ്, പിന്നെ റിന്യൂവബിൾ എനർജി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അങ്ങനെയുള്ളതിനൊക്കെ. പക്ഷെ അത് പഠിക്കുന്ന IIT ഏതാണെന്നുള്ളതൊക്കെ ഈ ബ്രാഞ്ച് ചെയ്യുന്നതൊക്കെ മറ്റ് ബ്രാഞ്ചുകളിലെ മൈനറൊക്കെ ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പൊ അങ്ങനെ ചില ബ്രാഞ്ചുകൾ നമുക്ക് പറയാനായിട്ട് പറ്റും. വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആയിരുന്നു ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ, ഒന്നല്ല ഒന്നിലധികം ഓപ്ഷൻസ്, ഏറ്റവും കൂടുതൽ ഓപ്ഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കോളേജിനാണോ പ്രാധാന്യം, കോഴ്സിനാണോ പ്രാധാന്യം? ഇതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ജോബി സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കത് വളരെ കൃത്യമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.